സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഴ 2 ഒരു രക്ഷയിലാട്ടോ, കിട്ടില്ല സാധനം. ഫസ്റ്റ് ഹാഫ് പൊളിച്ചടിക്കുക എന്ന് വേണം പറയാൻ. ഒന്നും പറയാനില്ല. ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് തിയേറ്ററിൽ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് കുത്തിയിരുന്ന് ചിരിച്ചത്. പിള്ളേർ പൊളിച്ചങ്ങോട്ട് അടിക്കട്ട. ഇങ്ങനത്തെ വൈബ് സിനിമയാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. ഇത് തൂക്കി അടിക്കുന്ന തരത്തിൽ ഒരു സംശയമുണ്ട്. വാഴ ഫസ്റ്റിനെക്കാട്ടിൽ എന്തുകൊണ്ടും മികച്ചു നിൽക്കുന്നതാണ് വാഴ സെക്കൻഡ്. പിള്ളേരുടെ പെർഫോമൻസ്, അവരുടെ എനർജറ്റിക് ഭയങ്കര പവർഫുൾ പെർഫോമൻസ് ആണ് ഇതിനകത്ത്. ആഷിർ, അതുപോലെ തന്നെ അലൻ ബിൻ, അജിൻ ജോയ്, വിനായകൻ, ഇവർ 4 പേരാണ് പ്രധാന കഥാപാത്രങ്ങൾ. സിനിമയുടെ കഥയും ഇവർ 4 പേരാണ് ഇതിൻ്റെ പ്രധാന കഥാപാത്രങ്ങൾ. സെവിൻ ദാസ് ഡയറക്ടർ, അതുപോലെ തന്നെ വിപിൻ ദാസ് ഇതിൻ്റെ റൈറ്റർ, ഹാരിഷ് പ്രൊഡ്യൂസർ. വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമയാണ്. നമ്മുടെ അൽഫോൺസ് ഉണ്ട്, അതുപോലെ തന്നെ അജു വർഗീസ്, അതുപോലെ തന്നെ വിജയ് ബാബു. സ്കൂൾ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഈ സിനിമയുടെ ഒരു വൈബ് വരുന്നത് കേട്ടോ. അതായത് ഇവരുടെ സിനിമ തുടങ്ങുമ്പോൾ ഇവരുടെ ഒരു ചെറുപ്പകാലമൊക്കെ കാണിക്കുന്നുണ്ട്. അത് നമ്മളെ ഒരു 10 മിനിറ്റ് നമ്മളെ ഒന്ന് മുഷിപ്പിച്ചെങ്കിലും സ്കൂൾ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സിനിമ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. ഒരു രക്ഷയില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, കുറച്ച് നെഗറ്റീവ് സംഭവങ്ങൾ ഉണ്ട്. അതായത് ഒരു ബാഡ് മെസ്സേജ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത് ക്ലിയർ ചെയ്യുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ആ ഒരു ബാഡ് മെസ്സേജ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ എങ്ങനെയാണ് എന്നുള്ളത് വാഴ 2. ഇവരുടെ 4 പേരുടെയും പെർഫോമൻസ് ഒരു രക്ഷയില്ല, അന്യായ സാധനം. ഇതിനകത്ത് കുത്തിയിരുന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലുണ്ട്. ഇനി സെക്കൻഡ് ഹാഫ് ഇതേ വൈബിൽ തന്നെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ സിനിമ വേറെ ലെവലിലേക്ക് പോകട്ടെ. ഒരു രക്ഷയില്ല. 4 പിള്ളേരും പൊളിച്ചടിക്കേണ്ടതുണ്ട്. അതുപോലെ അഭിനയിച്ചിരിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, പുതിയ തലമുറകൾ. എനിക്കൊന്ന് ഈ റീൽസിനകത്തുള്ള ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട്. അവരെല്ലാം നല്ല കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ഗുഡ്, അതുപോലെ തന്നെ ഡയറക്ഷൻ സൂപ്പർ, അതിൻ്റെ BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഒന്നിനൊന്നിന് മികച്ചു നിൽക്കുന്നതാണ് വാഴ 2ൻ്റെ ഫസ്റ്റ് ഹാഫ്. കിഡു സാധനമാണ്. ഇതിനകത്ത് ഈ സുന്നത്ത് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ, ചിരിച്ച് പടാരം അടങ്ങിപ്പോയി. അതൊരു ഹാസ്യ രൂപേണ നമുക്കത് കണ്ട് നമുക്ക് ആസ്വദിക്കാം. പക്ഷെ അതിനകത്തേക്ക് മറ്റുള്ള രീതിയിലൊന്നും കലർത്താതിരുന്നാൽ മതി. ഇത് സിനിമയായിട്ട് തന്നെ നമ്മൾ കണ്ട് എൻജോയ് ചെയ്യുക. അടിപൊളി സാധനമാണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. പിള്ളേർ തൂക്കി അലക്കിയിട്ടുണ്ട്. കോമഡി എന്നൊക്കെ പറഞ്ഞാണല്ലോ, അന്യായ കോമഡി. ഈ നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മളത് ഓർത്തോർത്ത് ചിരിച്ചു പോകുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ വിജയ് ബാബു സ്കൂളിലെ സാറായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എല്ലാ സ്കൂളിലും ഉണ്ടാവില്ല ഒരു പരുക്കനായിട്ടുള്ളൊരു സാറ്. ആ ഒരു ക്യാരക്ടറാണ് വിജയ് ബാബു ചെയ്തിരിക്കുന്നത്. അതേ സ്കൂളിൽ തന്നെ നല്ല സാറന്മാരും ഉണ്ട്. അങ്ങനെ ഒരു റോൾ നമ്മുടെ അജു വർഗീസ് വരുന്നത്. പിന്നെ ഇതിനകത്ത് പിള്ളേരുടെ സ്കൂളിലുള്ള ആ ഒരു വൈബ്, ആ കൂട്ടയടിയും പ്രണയവും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സ്കൂൾ കാലഘട്ടമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരും. നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു സ്കൂൾ കാലഘട്ടം അത് ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് ഇതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മൾ പതുക്കെ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ പോകുന്ന സംഭവമൊക്കെ ഉണ്ട്. പിന്നെ സ്കൂൾ കുട്ടികളെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള ചില സംഭവങ്ങളും ഇതിനകത്ത് എടുത്തു കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത സംഭവങ്ങളാണ്. അതിനെയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അഡ്രസ്സ് ചെയ്തിട്ടാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഇൻട്രോ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും വാഴ 2 അറുമാദിച്ചിട്ടുണ്ട്. പൊളിച്ചടിക്ക് പിള്ളേർ പൊളിയായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ഫുൾ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ബൈ.